Good afternoon. Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അതിൽ കുറച്ച് ഡെഫിനിഷൻസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. ഇപ്പൊ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് മീനിങ് ആൻഡ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടിരുന്ന ഭാഗം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആയിരുന്നു. അപ്പൊ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താണ് പ്ലേസ്മെന്റ്? എന്താണ് പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചത്? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താപ്പോ? എന്താണ് പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചേ? Allocation of people to job, അല്ലേ? Allocation of people to job is also known as എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? Is known as placement. അപ്പൊ ഇവിടെ ജോലിയിലേക്ക് ആളുകളെ നിയമിക്കുന്നതിനെയാണ്, നിയോഗിക്കുന്നതിനെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ പ്ലേസ്മെന്റ് എപ്പോഴും ഒരു എംപ്ലോയിയെ ആ നിയമിക്കേണ്ട സമയത്ത് തന്നെയാണ് നിയമിക്കേണ്ടത്. അതുപോലെ തന്നെ ശരിയായ ജോലിയിലേക്കുമായിരിക്കണം നിയമിക്കേണ്ടത്. സോ അത്തരത്തില് ആളുകളെ അല്ലെങ്കിൽ ജീവനക്കാരെ ജോലികളിലേക്ക് ആളുകളെ നിയമിക്കുന്ന അല്ലെങ്കിൽ നിയോഗിക്കുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പ്രക്രിയ, അതായത് പ്ലേസ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് അസൈനിങ് ഓർ റീഅസൈനിങ് എംപ്ലോയീസ് ടു എ ന്യൂ ജോബ് ഓർ ഡിഫറെന്റ് ജോബ്. അപ്പൊ ഒരു പുതിയ ജോലിയിലേക്കോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ജോലിയിലേക്കോ എംപ്ലോയീസിനെ അല്ലെങ്കിൽ തൊഴിലാളികളെ നമ്മൾ അല്ലെങ്കിൽ ജീവനക്കാരെ എന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു, അല്ലെങ്കിൽ പുനർനിയമിക്കുകയാവാം അല്ലെങ്കിൽ നിയോഗിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്ലേസ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു പ്ലേസ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്, അല്ലെ? ശരിയായ ജോലിയിലേക്ക് ശരിയായ ജീവനക്കാരെ നിയമിക്കുക എന്നതാണ് പ്ലേസിംഗ്. അതുപോലെ തന്നെ പ്ലേസിംഗിന്റെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് is to place the hired candidate in the job for which they have the needed skills. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾക്ക് അനുസൃതമായിട്ട്, അല്ലെ? അവരുടെ ആവശ്യമായ കഴിവുകൾ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സ്കിൽസ് ആണോ ഉള്ളത്, അത്തരത്തില് അവർക്ക് ആവശ്യമായ ആ സ്കില്ലിനനുസരിച്ചുള്ള യോഗ്യതയുള്ള ആ ഒരു ജോലികളിലേക്ക് അവരെന്ത് ചെയ്യുക? പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക എന്നതാണ് ഒരു പ്ലേസ്മെന്റിന്റെ പ്രധാന എയിം അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് പറയുന്നത്. Then according to Piggers and Mayer's അഭിപ്രായത്തില് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ രണ്ട് ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കിയത്. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് is the determination of the job to which an accepted candidate is to be assigned. നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ആ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗാർത്ഥി അവരെ ഏത് ജോബ് നമ്മൾ കൊടുക്കണം എന്ന് നിർണ്ണയിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് യോഗ്യമായിട്ടുള്ള ആ ഒരു ജോലി അവരെ നിയോഗിക്കുകയും ചെയ്യും. അതുപോലെ അവിടെ കുറച്ച് കാര്യങ്ങൾ മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു യോഗ്യതയ്ക്ക് അനുസരിച്ച് അവരെ നിയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സൂപ്പർവൈസർ ചിന്തിക്കുന്ന രീതിയിൽ ആ ഒരു ജോലിക്ക് ആവശ്യമായ ഡിമാൻഡുകളെല്ലാം അവർക്കുണ്ടോ, അതുപോലെ തന്നെ അത് മാച്ചിങ് ആണോ, അതുപോലെ തന്നെ അവർക്ക് ആ ഒരു സൂപ്പർവൈസർ ഇമ്പോസ് ചെയ്യുന്ന ആ ഒരു സ്ട്രെയിൻ ആയിക്കോട്ടെ, വർക്കിംഗ് കണ്ടീഷൻസ് നൽകുന്ന വർക്കിംഗ് കണ്ടീഷൻ ആയിക്കോട്ടെ, അവർ ഓഫർ ചെയ്യുന്ന ശമ്പളം ആയിക്കോട്ടെ, അവരുമായിട്ടുള്ള ആ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധമായിക്കോട്ടെ, ആ ഒരു പ്രൊമോഷൻ പരമായിട്ടുള്ള ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യതകളായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും മാച്ചിങ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണോ അവർ എന്ന് നോക്കിയിട്ട് ആ ജോലിയുടെ ഡിമാൻഡിനനുസരിച്ച് അവർക്ക് യോഗ്യതയ്ക്ക് അനുസരിച്ച് അവർക്ക് കൃത്യമായ ജോലിയിലേക്ക് അവരെ നിയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? പ്ലേസ്മെന്റ് എന്നാണ് പിഗേഴ്സ് ആൻഡ് മേയേഴ്സ് പറയുന്നത്.
ഇനി അക്കോർഡിംഗ് ടു ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തില് എന്താണ് നമ്മൾ പറഞ്ഞത്? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ അസൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി ഈസ് ദ പ്ലേസ്മെന്റ്. എന്താ? പുതിയതായിട്ട് നിയമിതനായ ഒരു ജീവനക്കാരനെ ഒരു പ്രത്യേക ജോലി നൽകുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അസൈനിങ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ടു എ ന്യൂലി അപ്പോയിന്റഡ് എംപ്ലോയി, പുതിയതായിട്ട് നിയമിതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് ഒരു പ്രത്യേക ജോലി നൽകുക അല്ലെങ്കിൽ നൽകുന്നതിനെയാണ്, അസൈൻ ചെയ്ത് നൽകുന്നതിനെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഇത്രയും വരെ നമ്മുടെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട തത്വങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ് കേട്ടോ. ഇൻ ദ പ്ലേസ്മെന്റ് ഓഫ് എംപ്ലോയീസ് ഫോളോവിംഗ് പ്രിൻസിപ്പിൾ ആണ് ഫോളോഡ്. അപ്പൊ ഇവിടെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് വൺ ഓരോ പ്രിൻസിപ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്, ആദ്യം ജോലി, അതിന് അടുത്തതാണ് മാൻ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? അപ്പോ ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ജോലിക്കാണ് പ്രാധാന്യം അല്ലെ, ജോലിയാണ് ആദ്യം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് മീൻസ് എ പേഴ്സൺ should be placed in accordance with the job requirements instead of adjusting the job according to the need and qualifications of the person. അപ്പൊ എപ്പോഴും ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്, ജോലി ആദ്യം, ജോലി പിന്നീടാണ് മാൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ആ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ a person should be placed in accordance with the job requirement instead of adjusting the job according to the need and qualifications of the person. എന്നുവെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഒരു ജോലിയിലേക്ക് നമ്മൾ ഒരാളെ നിയമിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു വ്യക്തിയെ നിയമിക്കേണ്ടത്? ആ ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവനക്കാരെ നിയമിക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിയമിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തിയെ നിയമിച്ചിട്ട് അതിനനുസരിച്ച് ജോലിയിലും മറ്റു കാര്യങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണോ വേണ്ടത്? ആണോ? അല്ല. ഒരു ജോലിക്ക് വേണ്ട റിക്വയർമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ റിക്വയർമെന്റ്സിന് അനുസൃതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ നിയമിക്കേണ്ടത് അല്ലെ. അല്ലാതെ നിയമിതനായിട്ടുള്ള വ്യക്തിക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അവരുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ജോലിയിൽ മാറ്റങ്ങൾ വരുത്താണോ ചെയ്യേണ്ടത്? ആണോ? ജോലിയിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്? അല്ല അല്ലെ. അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് ജോലി ക്രമീകരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരു ജോലി എന്താണോ അതിന് കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറെ ആവശ്യകതകളുണ്ട്, കുറെ യോഗ്യതകൾ ആവശ്യമുണ്ട് അല്ലെ. അത്തരത്തിലെ ആവശ്യകതകൾ പാലിക്കുന്ന, യോഗ്യതകൾ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളെ അതിലേക്ക് നിയമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നിയമിതരായ വ്യക്തിക്ക് അനുസൃതമായിട്ട് അവരുടെ യോഗ്യതകൾക്കനുസരിച്ച് ജോലിയിൽ മാറ്റം വരുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് അഡ്ജസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറയുന്നത്. ജോലിക്കാണ് അവിടെ പ്രാധാന്യം, അല്ലാതെ മനുഷ്യരല്ല. മനുഷ്യന് രണ്ടാമത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരു ജോലി എന്താണോ ആ ജോലിക്ക് നിയോജ്യരായിട്ടുള്ള, ആ ജോലിയുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിലുള്ള യോഗ്യരായിട്ടുള്ള ജീവനക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ അവിടേക്ക് നിയമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ജോലിയിൽ ഒരു വ്യക്തിയെ നമ്മൾ നിയമിച്ച് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആ ജോലിയിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ്. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യതയുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തത്വമാണ്. അപ്പൊ അവിടെ എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ സച്ച് എ ജോബ് ഫോർ വിച്ച് ദേ ആർ ക്വാളിഫൈഡ്. എപ്പോഴും നമുക്കറിയാം ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ജോലിയിലേക്ക് ഒരു വ്യക്തിയെ എടുക്കുമ്പോ അവിടെ നമ്മൾ ക്വാളിഫിക്കേഷൻസ് നോക്കാറില്ലേ? അവിടെ ക്വാളിഫിക്കേഷൻസ് നോക്കിയല്ലേ നമ്മുടെ ജോലിയിലേക്ക് എടുക്കുക അല്ലെ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുന്നതിന്റെ ആവശ്യകത എന്താ? അവർ ആ ജോലിക്ക് അനുയോജ്യരായിട്ടുള്ളവരാണോ
എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിഫിക്കേഷൻസ് നോക്കുന്നത് അല്ലെ. ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുയോജ്യരാണോ എന്നറിയാൻ വേണ്ടിയാണ്. ഇവിടെയും പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷനും ഇതേ തന്നെ, അല്ലെങ്കിൽ യോഗ്യതാ തത്വത്തിലും ഇതേ രീതി തന്നെയാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും അവർക്ക് യോഗ്യതയുള്ള ജോലിയിലായിരിക്കണം നമ്മൾ അവരെ നിയമിക്കേണ്ടത് അല്ലെ. അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ള മേഖല ഏതാണ്, ആ രീതിയിലുള്ള ജോലിയിലേക്കല്ലേ നമ്മൾ ഒരു വ്യക്തിയെ നിയമിക്കേണ്ടത് അല്ലെ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മേഖല, ഇപ്പൊ ചിലവർക്ക് അക്കൗണ്ടിങ് മേഖലയിലായിരിക്കും യോഗ്യത ഉണ്ടാവുക, ചിലർക്ക് ഏതെങ്കിലും മേഖലയിലായിരിക്കും യോഗ്യത ഉണ്ടാവുക. അത്തരം ആളുകളെ കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഫീൽഡിലുള്ള ജോലിയിലേക്കാണ് ഇടേണ്ടത്. അതല്ല അനുയോജ്യമായിട്ടുള്ള രീതി അല്ലെ. എപ്പോഴും അവരുടെ യോഗ്യതയ്ക്കുള്ള ജോലിയിലായിരിക്കണം അവരെ നിയമിക്കേണ്ടത്. ശരിയല്ലേ? ദേ ആർ ക്വാളിഫൈഡ്. അവർ ഏത് മേഖലയിലാണോ ക്വാളിഫിക്കേഷൻസ് എടുത്തിരിക്കുന്നത് അതേ മേഖലയിൽ അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായ ജോലിയിൽ അവരെ നിയമിക്കുക. They should not be placed in a very high or very low job position. അല്ലാതെ ഒരിക്കലും അവരെ വളരെ ഹൈയിലുള്ള, അതായത് അവരുടെ യോഗ്യതയ്ക്ക് മുകളിലുള്ള ജോലിയിലേക്കോ അല്ലെങ്കിൽ അവരുടെ യോഗ്യതയ്ക്ക് താഴെയുള്ള യോഗ്യതയിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്കോ അവരെ നിയമിക്കരുത്. എപ്പോഴും അവർക്ക് എന്താണോ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻസിന് യോജിച്ച രീതിയിലുള്ള യോഗ്യതയ്ക്കനുസരിച്ച ഒരു ജോലിയിൽ അവരെ നിയമിക്കുക. അല്ലാതെ അവരിപ്പോ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവരെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി നമ്മൾ ഒരു സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അല്ലെ. ആ ഒരു ലെവലിൽ അവർക്ക് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ അതിന് താഴെയുള്ള ഏതെങ്കിലും പൊസിഷനിൽ ഇട്ടാലും ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവരുടെ ഒരിക്കലും അതൊരു ഹൈ റേഞ്ചിലേക്കോ അല്ലെങ്കിൽ വെരി ലോ ജോബ് പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു യോഗ്യതയെ കൂടാതെ ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷനിലേക്കോ ഇടാതെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള യോഗ്യതയുള്ള ജോലിയിലേക്ക് എന്ത് ചെയ്യാം, അവരെ നിയമിക്കുക എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻ. തേർഡ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വളരെ സമയബന്ധിതമായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ തത്വം, സമയബന്ധിതമായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ തത്വം. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ all the arrangements which are needed for placement should be done before the joining date of a newly hired employee. പുതിയതായിട്ട് നിയമിതരായിട്ടുള്ള അല്ലെങ്കിൽ പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന ആ ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ നിയമനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കണമെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷനിൽ പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷനിൽ പറയുന്നത് all the arrangements which are needed for placement should be done before the joining date of the newly hired employee. പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് വൺ ടൈംലി പ്രിപ്പറേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഫോർത്ത് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. എന്താണ്? അവിടുത്തെ ജോലി സാഹചര്യവുമായി ബന്ധപ്പെട്ട തത്വം അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ. The employee should be made aware of all information regarding working condition existing in the company. അതായത് ഒരു കമ്പനിയില് നിലവിലുള്ള ആ ഒരു വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു കമ്പനിയിൽ നിലനിൽക്കുന്ന ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ആരോട് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആരെ അറിയിച്ചിരിക്കണം എന്നാ പറയുന്നത്? എംപ്ലോയിയെ അല്ലെങ്കിൽ ആ ജീവനക്കാരന് അതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം അവരെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ he should also be provided information about punishments if he commit any mistake. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ചെയ്താൽ അതിനെതിരെ അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടി ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റ് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ അവിടെ നടത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകളായിരിക്കും അവർക്ക് കിട്ടുക എന്നതിനെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ
നൽകിയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട തത്വം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എംപ്ലോയി ഷുഡ് ബി aware of all the information regarding working condition existing in the company. ആ ഒരു കമ്പനിയിൽ നിലവിലുള്ള ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ജോലി സാഹചര്യം എന്താണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എംപ്ലോയീസിന് അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തിയിരിക്കണം. അതുപോലെ തന്നെ he should also be provided information about punishment if he commits any mistake. അവർ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷകൾ ലഭിക്കാം അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ നൽകിയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഫോർത്ത് പ്രിൻസിപ്പിൾ ആണ്. Then fifth one ആണ് പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. എന്താണ്? വിശ്വസ്തതയുടെയും സഹകരണത്തിന്റെയും തത്വം. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ അല്ലെങ്കിൽ വിശ്വസ്തതയുടെയും സഹകരണത്തിന്റെയും തത്വം എന്ന് പറയുമ്പോൾ എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് ടു ഫീൽ എ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ ഹിസ് ന്യൂ ജോബ് സോ ദാറ്റ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി better toward the job and the organization. അപ്പൊ എപ്പോഴും ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് should be made to feel a sense of commitment, ഒരു പ്രതിബദ്ധത, അതുപോലെ തന്നെ ഒരു സഹകരണ മനോഭാവം, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഒരു കോപ്പറേഷൻ, ഒരു സഹകരണവും, ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽ, എ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ്, അത്തരത്തിലുള്ള ഒരു അനുഭവം നേടാൻ ഇടയാകണം. അപ്പൊ അതിലൂടെ അവർക്ക് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി, അവർക്ക് അവരുടെ ആ ഒരു ജോലിയോടും ആ ഒരു ഓർഗനൈസേഷനോടുമുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എപ്പോഴും ഒരു എംപ്ലോയിക്ക് എന്ത് ഫീൽ വേണം അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഒരു അനുഭവമാണ്, എന്ത് രീതിയിലുള്ള ഒരു അനുഭവം വരാനാണ് നമ്മൾ ഇടയാക്കേണ്ടത്? ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ജോലിയോട് വളരെ ഒരു പ്രതിബദ്ധതയോട് കൂടിയും ഒരു സഹകരണത്തോടു കൂടിയും ആ ഒരു ജോലിയെ കാണാനും അത്തരത്തിലുള്ള ഒരു അനുഭവം വരാനായിട്ട് അവരെ ഇടയാക്കുകയും അതിലൂടെ അവർക്ക് ആ ഒരു ജോലിയോടും ആ ഒരു ഓർഗനൈസേഷനോടുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് നൽകണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ. ദെൻ ലാസ്റ്റ് വൺ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്താ? ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടതും. നോക്കിയേ, at first placement can be temporary as variation may occur after the training is completed. അപ്പൊ നമുക്കറിയാം ഏതൊരു ജോലിയിലേക്ക് നമ്മളെ കയറ്റുമ്പോഴും ആദ്യത്തെ ആ ഒരു പ്ലേസ്മെന്റ് കാലഘട്ടം എന്ന് പറയുന്നത് താൽക്കാലികമായിരിക്കും, അല്ലെ? ചെല്ലുമ്പോ തന്നെ നമ്മൾ അങ്ങോട്ട് പെർമനന്റ് ആക്കിയാൽ ഒരു പ്ലേസ്മെന്റ് നടത്തുന്നേ ആയിരിക്കോ? പ്ലേസ്മെന്റ് നടത്തുന്നത് എപ്പോഴും പെർമനന്റ് ആയിട്ടാണോ? അല്ല, ആദ്യ കാലഘട്ടങ്ങളിൽ അത് താൽക്കാലികമായിട്ടായിരിക്കും, അല്ലെ? നമുക്ക് അതിനുശേഷം നമുക്ക് പരിശീലനങ്ങളും കാര്യങ്ങളും ഒക്കെ തരില്ലേ? ഏതൊരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ജോലിയിലേക്ക് നമ്മൾ നിയമിച്ചാലും താൽക്കാലികമായിട്ടാണ് ആദ്യം നിയമിക്കുക, അല്ലെ? പിന്നീട് നമ്മുടെ പെർഫോമൻസിനനുസരിച്ചല്ലേ നമ്മൾ അവിടെ സ്ഥിരമാക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ തരും, അല്ലെ? ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിശീലനങ്ങൾ തരുന്നു. ആ പരിശീലനങ്ങൾക്ക് ശേഷം ചിലപ്പോ ഈ ഒരു കാര്യങ്ങൾ, പല കാര്യങ്ങൾ, ആ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാലോ. ട്രാൻസ്ഫർ ഓഫ് ദ എംപ്ലോയി ടു അനദർ ജോബ് മേ occur where he can perform as expected. അപ്പൊ നമുക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട്, നല്ല പരിശീലനങ്ങളൊക്കെ കൊടുത്തപ്പോ നമുക്ക് മനസ്സിലാവാണ് അവർക്ക് ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള മറ്റൊരു ജോലിയിലേക്കാണ് അവരുടെ കൂടുതൽ കഴിവുകൾ കാണുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ ഈ ജോലിയിൽ നിന്ന് അതേപോലത്തെ അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു ജോലിയിലാണ് അവർക്ക് ചെയ്യാൻ കുറച്ചുകൂടി കഴിവുള്ളതെന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരാൾ ആ ഒരു ജോലിയിലേക്ക് മാറ്റാറില്ലേ? അതായത് ഇവിടുത്തെ അവർക്ക് പരിശീലനമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മുടെ ഇവാലുവേഷൻ, അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തപ്പോ നമുക്ക് എംപ്ലോയർക്ക് മനസ്സിലായി
ഇവർ ഇതിനേക്കാൾ കൂടുതൽ നല്ല സ്കില്ലും കഴിവും ഇവർക്കുള്ളത് മറ്റൊരു ജോലി ചെയ്യാനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരെ അതിലേക്ക് മാറ്റിക്കൂടാ? അല്ലെ? അങ്ങനെ ചിന്തിക്കാമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെ അവർ ചിലപ്പോ എംപ്ലോയീസിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ചിലപ്പോ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പൊ അവർ പ്രതീക്ഷ പോലെ പ്രകടനം നടത്തുന്നത് മറ്റൊരു ജോലിയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു ജോലിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അല്ല, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എങ്കിൽ അവർ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് ഇല്ലേ? അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആദ്യം പ്ലേസ്മെന്റിന്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും താൽക്കാലികമാണ്, അല്ലെങ്കിൽ ടെമ്പററി ആണ്. അവിടെ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതില് വ്യത്യാസങ്ങൾ വന്നേക്കാം. അപ്പൊ അതില് ഒരു എംപ്ലോയീസിനെ ചിലപ്പോ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ജോലിയിലാണെങ്കിൽ ആ ജോലിയിലേക്ക് ചിലപ്പോൾ അവർ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോ നമ്മളെ പ്രിൻസിപ്പിൾ ആണ് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് വൺ പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാൻ നെക്സ്റ്റ്. ഒന്നുകൂടി പറയാനുണ്ട്, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ജോലിയാണ് ആദ്യം ജോലി, മാൻ അല്ലെങ്കിൽ മനുഷ്യര് രണ്ടാമത് അല്ലെങ്കിൽ അടുത്തത് എന്നുള്ളൊരർത്ഥമാണ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എപ്പോഴും ഒരു ജോലിയിലേക്ക് ഒരു വ്യക്തിയെ പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ജോലിയിലെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച്, യോഗ്യതയ്ക്കനുസരിച്ച് ജോലിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുകയല്ല അല്ല വേണ്ടത്. പകരം ഏത് ജോലിയാണോ നമുക്ക് വേക്കൻസി, അതായത് ഏത് പൊസിഷനിലേക്കാണോ ആള് വേണ്ടത്, ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഒരു യോഗ്യതയുള്ള ഒരു വ്യക്തിയെ നിയമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ ജോലിയിൽ മാറ്റങ്ങൾ വരുത്തുകയല്ല ചെയ്യേണ്ടത്. ആ ജോലിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് മാൻ നെക്സ്റ്റ് പറയുന്നത്. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ഏതൊരു എംപ്ലോയി ആണെങ്കിലും എപ്പോഴും അവരുടെ യോഗ്യത എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഒരു ജോലിയിലേക്ക് അവരെ നിയമിക്കുക എന്നതാണ്. ഒരിക്കലും അത് അവരുടെ ജോലി, അവരുടെ യോഗ്യതയുടെ കുറവുള്ള യോഗ്യത അനുസരിച്ചുള്ള അല്ലെങ്കിൽ യോഗ്യതയുടെ താഴെ വരുന്ന ഒരു ജോബ് പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ഉയർന്ന ഒരു ജോബ് പൊസിഷനിലേക്കോ അല്ല അവരെ പ്ലേസ് ചെയ്യേണ്ടത്. മറിച്ച് അവരുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ജോലിയിലേക്കാണ് അവരെ പ്രവേശിപ്പിക്കേണ്ടത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് ഏതൊരു എംപ്ലോയി, ഇപ്പൊ പുതിയതായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു എംപ്ലോയിയും അവർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും എന്ത് ചെയ്തിരിക്കണം? പൂർത്തിയാക്കിയിരിക്കണം എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലി പ്രിപ്പറേഷനിൽ പറയുന്നത്. ഇനി അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്താ പറയുന്നത്? The employee should be made aware of all the information regarding working condition existing in the company. ആ കമ്പനിയിൽ നിലനിൽക്കുന്ന ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ, അവിടുത്തെ ആ ഒരു തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് അവിടുത്തെ എംപ്ലോയീസിനെ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ എംപ്ലോയീസിന് അവര് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷകളെ കുറിച്ചുമുള്ള മതിയായ ഇൻഫർമേഷൻ ആ ഒരു എംപ്ലോയീസിന് നൽകിയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ പറയുന്നത് എംപ്ലോയി ഷുഡ് ബി മെയ്ഡ് ടു ഫീൽ എ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് ആൻഡ് കോപ്പറേഷൻ ഇൻ ഹിസ് ന്യൂ ജോബ് സോ ദാറ്റ് ഹി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് റെസ്പോൺസിബിലിറ്റി ബെറ്റർ ടുവേർഡ് ദ ജോബ് ആൻഡ് ദ ഓർഗനൈസേഷൻ. അതുപോലെ ഏതൊരു എംപ്ലോയി ആണെങ്കിലും അവർക്ക് എന്ത് രീതിയിലുള്ള ഒരു അനുഭവപ്പെടാനിടയാക്കണം? ഒരു നല്ല പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ഒരു ജോലിയോട് നല്ലൊരു കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം സഹകരണം, അത്തരം കാര്യങ്ങൾ അത്തരം രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ അത്തരപ്പെടുന്ന ഒരു അനുഭവപ്പെടാനായിട്ട് ഇടയാക്കുകയും അതിലൂടെ അവർക്ക് ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടും ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെർഫോം ചെയ്യാനും സാധിക്കുന്നു. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോപ്പറേഷൻ. ലാസ്റ്റ് വൺ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫറിൽ പറയുന്നത് എപ്പോഴും ഒരു പ്ലേസ്മെന്റിന്റെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം താൽക്കാലികമായിട്ടായിരിക്കും. അങ്ങനെ ആ താൽക്കാലികമായിട്ടുള്ളതില് ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം അതിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ അവിടെ ചില സമയങ്ങളിൽ
നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രകടനം അവർ കാഴ്ചവെക്കുന്നത് മറ്റേതെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരെ ചിലപ്പോൾ ആ ഒരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേസ്മെന്റ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ശരി. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ. ഇപ്പൊ പ്രോസസ് ഓഫ് പ്ലേസ്മെന്റില് there are 4 steps in the procedure of employee placement which are as follows. അപ്പോൾ എംപ്ലോയീസിന്റെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രൊസീജിയറില് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പാണുള്ളത്, അല്ലെങ്കിൽ 4 ഘട്ടങ്ങളാണ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ ആണ് സ്റ്റെപ്പ് 1 ഡേറ്റ കളക്ഷൻ, സ്റ്റെപ്പ് 2 ഇവാലുവേഷൻ, സ്റ്റെപ്പ് 3 അലോക്കേഷൻ ഓർ പ്ലേസിംഗ്, സ്റ്റെപ്പ് 4 കൺട്രോൾ. ഈ 4 സ്റ്റേജ് അല്ലെങ്കിൽ 4 ഘട്ടങ്ങളിലൂടെയാണ് ഒരു പ്ലേസ്മെന്റ് പ്രൊസീജിയർ കടന്നു പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡേറ്റ കളക്ഷൻ. എന്താണ്? ഡേറ്റാസ് ശേഖരിക്കുക. In the employee placement procedure, the first step is to collect data about the employee for the purpose of identifying qualification, skills and ability of present employees. So, നിലവിലുള്ള എംപ്ലോയീസിന്റെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ യോഗ്യതകള്, അവരുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റി, അവരുടെ കഴിവുകള്, അവരുടെ പ്രാവീണ്യം മുതലായവയൊക്കെ തിരിച്ചറിയുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നതിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഈ ഒരു ഡേറ്റ കളക്ഷനിലെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഡേറ്റ നമ്മൾ മറന്നു പോകരുത്, എപ്പോഴും ചോദിക്കാറുണ്ട് സ്റ്റെപ്പ് 1 ഏതാണ്, ഒരു പ്ലേസ്മെന്റ് പ്രോസസ്സിലെ സ്റ്റെപ്പ് 1 ഏതാണ്? ഡേറ്റ കളക്ഷൻ. ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, മറന്നു പോവല്ലെങ്കിൽ. ഡേറ്റ കളക്ഷൻ ആണ്. അപ്പൊ ഒരു എംപ്ലോയി പ്ലേസ്മെന്റ് പ്രൊസീജിയറിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഡേറ്റ കളക്ഷനിൽ നമ്മൾ അവിടെ നിലവിലുള്ള എംപ്ലോയീസിന്റെ ഡേറ്റാസ് ആണ് കളക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫൈ. എന്തുദ്ദേശത്തിന് വേണ്ടി? ഐഡന്റിഫൈങ് ക്വാളിഫിക്കേഷൻ, സ്കിൽസ് ആൻഡ് എബിലിറ്റി ഓഫ് പ്രസന്റ് എംപ്ലോയി. നിലവിലുള്ള എംപ്ലോയീസിന്റെ യോഗ്യതകൾ എന്തോരമുണ്ട്, അവരുടെ കഴിവുകളും അവരുടെ പ്രാവീണ്യവും ഒക്കെ എന്തോരമുണ്ട്, ഇതൊക്കെ തിരിച്ചറിയുന്ന ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എംപ്ലോയീസ്, നിലവിലുള്ള എംപ്ലോയീസിൽ നിന്നുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ആ ഒരു ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2 ആണ് ഇവാലുവേഷൻ. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ഡേറ്റ കളക്ഷൻ. കേട്ടോ? രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷനിൽ വിലയിരുത്തുക. After completing the first step of collecting employee data, the next step is to evaluate the
capability of an employee in order to analyze the type of job that best suits the employee. അപ്പൊ രണ്ടാമത് നമ്മൾ ഇവാലുവേഷൻ നടത്താണ്, വിലയിരുത്തൽ നടത്താണ്. അതായത് after completing the first step of collecting the employee data, എംപ്ലോയീസിന്റെ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുക എന്ന് പറയുന്നത്. ഇതിലൂടെ ആ എംപ്ലോയീസിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്താണെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അവരുടെ കഴിവുകൾ വിലയിരുത്തുകയും അതിനനുസൃതമായിട്ട് order to analyze the type of job, ഏത് തരത്തിലുള്ള ജോലിയാണ് ആ ഒരു എംപ്ലോയിക്ക് സ്യൂട്ട്സ് ബെസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ളത്, ഏത് രീതിയിലുള്ള ജോലിയാണ് എന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ ഇവാലുവേഷൻ എന്ന് പറയുന്നതിൽ ആ ഒരു എംപ്ലോയിക്ക് അവരുടെ കഴിവുകൾ എന്താണ് നമ്മൾ വിലയിരുത്തുക, അവരുടെ കിട്ടിയ കളക്ട് ചെയ്ത ഡേറ്റാസിനെ വിശകലനം ചെയ്ത് വിലയിരുത്തി അവർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആ കഴിവുകൾക്കനുസരിച്ച് ആ എംപ്ലോയിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജോലി ഏതാണ് അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് വിശകലനം നടത്തുകയും ചെയ്യുകയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ ചെയ്യുന്നത്. ദെൻ സ്റ്റെപ്പ് 3 ആണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്. എന്താണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗിൽ പറയുന്നത്? വിഹിതം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിയമനം നടത്തുകയാണ് ചെയ്യുന്നത്. In this step, the company places the employee on the job which is best suitable for him. ഇവിടെ അവർ നിയമനം നടത്തുകയാണ്. അതായത് കമ്പനി എന്ത് ചെയ്യുന്നു ഈ ഒരു സ്റ്റെപ്പില്? പ്ലേസസ് ദ എംപ്ലോയി, ആ എംപ്ലോയിയെ നിയമിക്കുന്നു. എങ്ങനെയാണ് നിയമിക്കുന്നത്? ഓൺ ദ ജോബ് വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഹിം. അവർക്ക് വളരെ അനുയോജ്യമായ ഏറ്റവും അനുയോജ്യമായ ജോലി തന്നെ എന്ത് ചെയ്യുന്നു? നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോ അലോക്കേഷൻ അല്ലെങ്കിൽ പ്ലേസിംഗിൽ പറയുന്നത് ഇൻ ദിസ് സ്റ്റെപ്പ് ദ കമ്പനി പ്ലേസസ് ദ എംപ്ലോയി ഓൺ ദ ജോബ് വിച്ച് ഇസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. അവർക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ജോലിയിലേക്ക് ആ എംപ്ലോയിയെ എന്ത് ചെയ്യുന്നു? നിയമിക്കുക. കമ്പനി നിയമിക്കുന്ന സ്റ്റെപ്പാണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം. നോക്കിയേ, ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഇസ് കൺട്രോൾ. അപ്പൊ അവർ ചോദിക്കേണ്ട ഫൈനൽ സ്റ്റെപ്പ് ഏതാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, സെക്കൻഡ് സ്റ്റെപ്പ് ഏതാണ്, തേർഡ് സ്റ്റെപ്പ് ഏതാണ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദിസ് പ്രൊസീജിയർ ഈസ് കൺട്രോൾ. കൺട്രോൾ ആണ്. ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് measuring and observing the employee performance in that particular job. ആ ഒരു പ്രത്യേക ജോലിയിലേക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നു, അളക്കുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ അവിടെ പെർഫോമൻസ് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നു, അത് എത്രത്തോളം ഉണ്ടെന്ന് നിരീക്ഷിക്കുന്നു, അതിനനുസരിച്ച് എംപ്ലോയീസിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ് സ്റ്റെപ്പ് 4 ആയിട്ടുള്ള കൺട്രോളിൽ പറയുന്നത്. അപ്പോ പ്ലേസ്മെന്റിന്റെ പ്രോസസ്സില് പ്രധാനമായിട്ടും ഒരു എംപ്ലോയീസിന്റെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറില് 4 സ്റ്റെപ്പുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡേറ്റ കളക്ഷൻ, സെക്കൻഡ് വൺ ആണ് ഇവാലുവേഷൻ, തേർഡ് വൺ ആണ് അലോക്കേഷൻ ഓർ പ്ലേസിംഗ്, ഫോർത്ത് വൺ ആണ് കൺട്രോൾ. അതിൽ ഫസ്റ്റ് വൺ ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പില് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ എംപ്ലോയീസിനും അവരുടെ നിലവിലുള്ള എല്ലാ എംപ്ലോയീസിനും ക്വാളിഫിക്കേഷൻസ് എത്രയുണ്ട്, സ്കില്ല്, അവരുടെ എബിലിറ്റി മുതലായ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് അവരുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ശേഖരിക്കുന്ന സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 1 ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് 2 ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ കളക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഡേറ്റാസിനെ വിലയിരുത്തൽ നടത്തുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള യോഗ്യതയുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്ന ജോലി ഏതാണ്, ഏത് തരത്തിലുള്ള ജോലിയാണെന്ന് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത്തത് അലോക്കേഷൻ ഓർ പ്ലേസിംഗ് സ്റ്റെപ്പ് 3 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റെപ്പില് അവരെന്ത് ചെയ്യുന്നു? അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സ്യൂട്ടബിൾ അവർക്ക് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജോലിയിലേക്ക് ആ എംപ്ലോയീസിനെ കമ്പനി പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമിക്കുന്നതിനെയാണ് നമ്മൾ അലോക്കേഷൻ അല്ലെങ്കിൽ പ്ലേസിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാല്
control അല്ലെങ്കിൽ നിയന്ത്രണം. The final step in this procedure is control. And step involves measuring and observing the employee performance in that particular job. ആ ഒരു പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട ആ ഒരു എംപ്ലോയിയുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മെഷർ ചെയ്യുകയും അത് നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റെപ്പ്. അപ്പൊ വേഗം ഉണ്ട് ആ ഒരു പ്രോസസ് ഓഫ് പ്ലേസ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ കേട്ടാ. നോക്കിയേ, ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രോപ്പർ പ്ലേസ്മെന്റ് ആർ ആസ് ഫോളോസ്. ഇപ്പൊ ശരിയായ രീതിയിൽ പ്ലേസ്മെന്റുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാവുന്ന പ്രയോജനങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് റേസ് എംപ്ലോയി മൊറൽ. എംപ്ലോയീസിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുക. നോക്കിയേ, കറക്റ്റ് പ്ലേസ്മെന്റ് help the employee adapt more easily to the job and help him to give a standard performance. This help to raise the morale of the employee. അപ്പോൾ raise employee morale അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നതെങ്കിൽ അതിലൂടെ എംപ്ലോയീസിന് help the employee adapt more easily to the job. അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എളുപ്പത്തിൽ ആ ജോലിയോട് എന്ത് ചെയ്യാൻ പറ്റും? പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. And help him to give a standard performance. അതിനനുസരിച്ച് അവർക്കൊരു നല്ല നിലവാരമുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനും ഇതിലൂടെ സഹായകമാണ്. And this help to raise the morale of the employee. ഇതിലൂടെയൊക്കെ നല്ലൊരു മനോവീര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ച നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉള്ള മേഖലയിൽ തന്നെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലി കിട്ടുമ്പോഴല്ലേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാ, അല്ലെ? കാരണം നമുക്ക് ആ ഒരു ജോലിയെ കുറിച്ച് കുറച്ച് അറിവുകളും കാര്യങ്ങളും നമുക്ക് അതിൽ സ്കില്ലും ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? നല്ല കോൺഫിഡൻസോട് കൂടി ആ ജോലി ചെയ്യാൻ പറ്റൂലേ? നല്ല മനോവീര്യത്തോടു കൂടി ജോലി ചെയ്യാൻ പറ്റും, അല്ലെ? അതേസമയം നമുക്ക് അറിയാത്തൊരു മേഖലയാണ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടാവോ? നമുക്ക് ഉണ്ടാവോ? മികച്ച പെർഫോമൻസ് നമുക്ക് ആദ്യമേ കാഴ്ചവെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? അതേസമയം നമ്മുടെ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള അനുയോജ്യമായ ഒരു ജോലിയിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ആ ഒരു കറക്റ്റ് പ്ലേസ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ എംപ്ലോയീസിന്റെ മൊറൈൽ അല്ലെങ്കിൽ മനോവീര്യം വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെ? കാരണം അവർക്ക് ആ ജോലിയെ കുറിച്ച് അറിയാം, അതിൽ അവർക്ക് സ്കില്ലൊക്കെ ഉണ്ട്, അവർക്ക് നോളജും ക്വാളിഫിക്കേഷനും ഒക്കെ ആ ഒരു മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അവർക്ക് ആ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലേ? പറ്റും, അല്ലെ? അധിക ദിവസമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ആ ജോലി ചെയ്യാനും പറ്റും, അല്ലെ? ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരമുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂലേ? അതുപോലെ തന്നെ അതിനനുസരിച്ച് ആ എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ മൊറയില് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തത് കീപ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ്. എംപ്ലോയീസിനെ എപ്പോഴും പ്രചോദിതരാക്കി നിലനിർത്താൻ സഹായിക്കുന്നു. ഇപ്പൊ എന്താണ് എംപ്ലോയീസിനെ പ്രചോദിതരായി മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും എന്ന് പറഞ്ഞാല്, employees are motivated if they are properly placed by matching their skills and job requirement.
ഇപ്പൊ ഇവിടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രചോദനം നൽകുക എന്ന് പറഞ്ഞാൽ ഇഫ് ദേ ആർ പ്രോപ്പർലി പ്ലേസ്ഡ് ബൈ മാച്ചിങ് ദെയർ സ്കിൽ ആൻഡ് ജോബ് റിക്വയർമെന്റ്, അതായത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകളോ അവരുടെ സ്കില്ലിനും അനുസൃതമായിട്ടുള്ള അതിനനുസൃതമായിട്ടുള്ള ഇതിന് ശരിയായ രീതിയിൽ പൊരുത്തപ്പെടുന്ന ശരിയായിട്ടുള്ള ഒരു സ്ഥാനത്തേക്കാണ് അവരെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് മോട്ടിവേറ്റഡ് ആവില്ലേ അവര്? ആവോ? ആവോ? നമ്മുടെ ജോലിയുടെ ആവശ്യകതകൾ മനസ്സിലാക്കി നമ്മുടെ കഴിവുകൾക്ക് മനസ്സിലാക്കിയിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജോലി കിട്ടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആവില്ലേ? ആവൂലേ? നിങ്ങൾക്ക് പോലെ നിങ്ങളുടെ പഠിച്ച മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതേ മേഖലയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാച്ച് ആവുന്ന അതേ ജോലി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവൂലേ? ആവും അല്ലെ? അപ്പൊ അതങ്ങനെ ശരിയായ രീതിയിൽ ഒരു ശരിയായ സ്ഥാനത്ത് അവരെ നിയമിക്കുകയാണെങ്കിൽ അതിലൂടെ അവരെ മോട്ടിവേറ്റഡ് ആക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇഫ് ദേ ആർ മോട്ടിവേറ്റഡ് ദേ പ്രൊഡ്യൂസ് ബെറ്റർ ഔട്ട്പുട്ട്. അവർ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവുമ്പോ അതിലൂടെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ലേ? കിട്ടോ? അവര് നല്ല രീതിയിൽ പ്രചോദിതരായി നല്ല മോട്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ബെറ്റർ റിസൾട്ട് അല്ലേ തരിക? അല്ലേ? നന്നായിട്ട് പെർഫോം ചെയ്യും, അതിനനുസരിച്ച് നമുക്കൊരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലേ? മൂന്നാമത്തത് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം. എന്താണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്? തൊഴിലാളികള് പിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഹാജർ ആകാതിരിക്കല്. ആബ്സെന്റിസം നമ്മൾ സ്കൂളിലൊക്കെ ഹാജരാവാതിരിക്കുമല്ലോ, അതുപോലെ ജോലി സ്ഥലങ്ങളിലെ ജീവനക്കാര് ഹാജരാവാതിരിക്കും, അതുപോലെ വരാതിരിക്കും, അതുപോലെ തന്നെ പിരിഞ്ഞു പോകും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. നോക്കിയേ, ഇഫ് എംപ്ലോയീസ് ആർ പ്രോപ്പർലി പ്ലേസ്ഡ് ഇൻ ദെയർ ജോബ് then absenteeism and employee turnover is reduced. എന്തുകൊണ്ടാണ് എംപ്ലോയി ടേൺ ഓവറും കാര്യങ്ങളും അല്ലെങ്കിൽ ആബ്സെന്റീസും ഒക്കെ കുറയുന്നത്? അവര് ശരിയായ ജോലിയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമുക്ക് അറിയാത്തൊരു ജോലിയിലാണ് നമ്മളെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്, നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എത്ര പഠിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് പിന്നെ ആ ജോലിയിലേക്ക് പോകാൻ ഒരു മടുപ്പായിരിക്കില്ലേ? ആയിരിക്കില്ലേ? അത് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു മടുപ്പായിരിക്കും അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയാ, നമ്മുടെ കാര്യങ്ങൾ അറിയില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ടൈം ടേബിൾ നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ പോകില്ല അല്ലെ? ലീവ് എടുക്കൂലേ? ലീവ് എടുക്കാറില്ലേ? സ്കൂളിലൊക്കെ വെച്ച് ലീവ് എടുക്കാറില്ലേ? എന്തുകൊണ്ടാണ്? നമുക്ക് അന്നത്തെ ദിവസം പോകാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലെ? അപ്പൊ ഇതുപോലെ തന്നെ ജീവനക്കാരും എന്ത് ചെയ്യും? ലീവ് എടുക്കും. അവർ കൂടുതൽ ദിവസങ്ങളും ആ ഒരു സ്ഥാപനത്തില് ഹാജരാകുന്നില്ല. കാരണം അവർക്ക് ജോലിയെ കുറിച്ചുള്ള ഒരു മടുപ്പും അവർക്ക് ആ ജോലിയെ കുറിച്ചുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ ആ ഒരു ലേബർ ടേൺ ഓവർ അതുപോലെ ആബ്സെന്റീസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എംപ്ലോയീസിനെ അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള ശരിയായ സ്ഥാനത്ത് തന്നെ നിയമിക്കുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അങ്ങനെ ശരിയായ ഒരു പൊസിഷനിലാണ് അവരെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ജീവനക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതായിക്കോട്ടെ, ഹാജരാവാതിരിക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. This result in effective utilization of machines, equipment and material. So ഇത്തരത്തില് എംപ്ലോയീസ് എല്ലാ ദിവസവും അവിടെ വരുന്നുണ്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, അവർ വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ എല്ലാ ദിവസവും അവർ അവിടെ വരുന്നുണ്ട്, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ല. അവർക്ക് താല്പര്യമുള്ള ജോലി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലിയെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിലൂടെ അവർക്ക് അവിടെയുള്ള മെഷീൻസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിക്കോട്ടെ, മറ്റു മെറ്റീരിയൽസ് ആയിക്കോട്ടെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കാനും അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഫോർത്ത് വൺ ആണ് ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി. എംപ്ലോയീസിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നോക്കിയേ, പ്രോപ്പർ പ്ലേസ്മെന്റ് ഹെൽപ് ടു ഇംപ്രൂവ് എംപ്ലോയീസ് എഫിഷ്യൻസി and he is able to produce better result, communicate with people effortlessly, feels motivated, becomes punctual and avoid committing errors. എന്താ? എംപ്ലോയീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ശരിയായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും.
അല്ലെ? he is able to produce better result. നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു റിസൾട്ട് നമുക്ക് തരില്ലേ? നല്ല രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് എഫർട്ട്ലെസ്ലി അല്ലെങ്കിൽ അനായാസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. അല്ലെ? ഫീൽസ് മോട്ടിവേറ്റഡ്. നല്ലൊരു മോട്ടിവേഷൻ അവർക്ക് അനുഭവപ്പെടില്ലേ? ബിക്കോസ് പങ്ക്ച്വൽ. അവരെന്ത് ചെയ്യും? വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ഒരു എറേഴ്സോ തെറ്റുകളോ ഒന്നും ഇല്ലാതെ, തെറ്റുകളൊക്കെ അവർ വരുന്ന മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മിസ്റ്റേക്കോ എറേഴ്സോ ഒന്നും വരാതെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് വളരെ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യക്ഷമത മെച്ചപ്പെടുത്താനായിട്ട് ശരിയായ ഒരു പ്ലേസ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. Then last one ആണ് keep employees satisfied. എംപ്ലോയീസിനെ എപ്പോഴും സംതൃപ്തരായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നു. നോക്കിയേ, പ്ലേസ്മെന്റ് aims to keep employees satisfied. പറ്റില്ലേ? നമുക്ക് യോജിച്ച, നമുക്ക് യോഗ്യതയുള്ള ഒരു ജോലിയാണ് അവർ തരുന്നെങ്കിൽ നമ്മൾ അതിൽ സംതൃപ്തരല്ലേ? അല്ലേ? നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ലേ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ? നിങ്ങൾ ഇപ്പൊ പഠിച്ച ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അതിന്റെ രീതിയിലുള്ള അതേ ജോലി തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് എംപ്ലോയീസിനെ എന്ത് ചെയ്യാൻ പറ്റും? സംതൃപ്തിപ്പെടുത്താൻ പറ്റും, അല്ലെ? If an employee is properly placed in this job, he works with zeal and his work performance is high. അപ്പൊ അങ്ങനെ ഒരു എംപ്ലോയിയെ നമുക്ക് ശരിയായ രീതിയിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലിയിൽ തന്നെ നമ്മൾ പ്രവേശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നിയോഗിക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ഉത്സാഹത്തോടു കൂടി പെർഫോം ചെയ്യും, അല്ലെ? അവർ കുറച്ചുകൂടി ഉത്സാഹമുള്ളവരായി മാറുകയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പെർഫോമൻസ് അതിനനുസരിച്ച് ഒരു ഉയർന്ന നിലവാരത്തിൽ അവര് പെർഫോം ചെയ്യുകയും അല്ലെങ്കിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ ഈ 5 എണ്ണവും നമ്മൾ എന്താണ് പറഞ്ഞത്? എംപ്ലോയീസിന്റെ നല്ല രീതിയിൽ എംപ്ലോയീസിന് ശരിയായ രീതിയിൽ പ്ലേസ്മെന്റ് നടത്തിയാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ? റേസ് എംപ്ലോയി മൊറൽ. എംപ്ലോയീസിന്റെ മനോവീര്യം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ശരിയായിട്ടുള്ള എംപ്ലോയീസിന്റെ ശരിയായ രീതിയിലാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് തന്നെയാണ്, അവരുടെ യോഗ്യതയ്ക്ക് അനുസൃതമായ ജോലിയിൽ തന്നെയാണ് നമ്മൾ അവരെ പ്രവേശിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുന്നതെങ്കിൽ അവർ നല്ല രീതിയിൽ എളുപ്പത്തിൽ അവർക്ക് ആ ഒരു ജോലിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും നല്ലൊരു മികച്ച നിലവാരമുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കുന്നു. അവരുടെ മനോവീര്യവും അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് കീപ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പൊ ശരിയായ രീതിയിലുള്ള പ്ലേസ്മെന്റ് നടത്തിയാൽ എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നിലനിർത്താനും അതിലൂടെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ജോബുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല സ്കില്ല്, ആ ജോബിനുമായിട്ടുള്ള റിക്വയർമെന്റ്സ് എല്ലാം ഇവരുമായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ബെറ്റർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ റെഡ്യൂസ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെന്റിസം. തൊഴിലാളികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതായിക്കോട്ടെ, ആ ഒരു ഹാജരാവാത്തതായിക്കോട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ശരിയായ രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് നമ്മൾ നടത്തിയാൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ആബ്സെന്റിസോ ലേബർ ടേൺ ഓവറോ ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനും ഒരു എഫക്റ്റീവ് ആയിട്ട് അവിടുത്തെ മെഷീൻസ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ് ആയിക്കോട്ടെ, മറ്റു മെറ്റീരിയൽസ് ആയിക്കോട്ടെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടാനും സഹായിക്കുന്നുണ്ട്. നാലാമത്തത് ഇൻക്രീസ് എംപ്ലോയി എഫിഷ്യൻസി. എംപ്ലോയീസിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനുവേണ്ടി ശരിയായ ഒരു പ്ലേസ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അതിലൂടെ എംപ്ലോയീസിന് അവർക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് തരാനും മറ്റുള്ള ആളുകളുമായിട്ട് എഫേർട്ട്ലെസ്ലി അല്ലെങ്കിൽ അനായാസമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാനും അതുപോലെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടി എറേഴ്സ് ഒന്നും വരാതെ തെറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാനും നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടാനും അതിലൂടെ സഹായകമാകുന്നുണ്ട്. എംപ്ലോയി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ശരിയായ ജോലിയാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവർ വളരെ സംതൃപ്തരായിരിക്കും. അത്തരം സാറ്റിസ്ഫാക്ഷനിലൂടെ തന്നെ അവർ വളരെ ഉത്സാഹത്തോടു കൂടിയ നല്ലൊരു ഉയർന്ന പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനവും അവർക്ക് റിലേറ്റഡ് ആയിട്ട് കാഴ്ചവെക്കുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ബെനിഫിറ്റ്സ്.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ആ ഒരു 3 ചാപ്റ്റേഴ്സ് നോക്കിയിരുന്നോ? ഏതെങ്കിലും ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും വരുത്തേണ്ടതായിട്ടുണ്ടോ? ഏതെങ്കിലും ഭാഗങ്ങള് ക്ലിയർ ആവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗങ്ങളിലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എന്താണെന്ന് റിപ്ലൈ ചെയ്തേ. ഇല്ല എന്നാണോ? ക്ലിയർ ആണെന്നാണോ ഉദ്ദേശിക്കുന്നത്? റിപ്ലൈ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ ആണെന്നാണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഭാഗങ്ങള് കംപ്ലീറ്റ് ആവാറായിട്ടോ. അപ്പൊ നെക്സ്റ്റ് വീക്ക് തുടങ്ങി ഇപ്പൊ എടുക്കാവുന്ന പോർഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാമേ. അപ്പൊ അതില് നെക്സ്റ്റ് ക്ലാസ്സില് ഇപ്പോഴേ പറഞ്ഞു പോകണം, കാരണം ലാസ്റ്റ് ആവുമ്പോൾ കുറെ പേര് ഉണ്ടാവും, ലീവായി പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യമേ പറയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് മിസ്സിന്റെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും അതുപോലെ നമുക്ക് ഏത് ചാപ്റ്റർ വേണം, ടാലന്റ് മാനേജ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ആ 2 ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. നമുക്കൊന്ന് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് റിവിഷൻ ചെയ്യണം കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റും ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ആ 2 ചാപ്റ്റേഴ്സ് കേട്ടോ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് വരണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു തന്നെ വരണം കേട്ടോ. അല്ലാതെ ജസ്റ്റ് വെറുതെ വായിച്ചു നോക്കരുത്. എക്സാമിന് വേണ്ടി നിങ്ങൾ എങ്ങനെ പഠിക്കുന്നോ അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് വരാം കേട്ടോ. വളരെ ചെറിയ പോർഷൻസ്, 2 ചെറിയ ചാപ്റ്റേഴ്സ് മിസ് തന്നിട്ടുള്ളൂ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിലും ടാലന്റ് മാനേജ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റും ചെറിയ 2 ചാപ്റ്റേഴ്സ് അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഭാഗം കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യാം, കിട്ടാത്ത ഭാഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എക്സാമിന്റെ സമയത്തേക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ചാപ്റ്റർ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു 2 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വരണം കേട്ടോ. പഠിച്ചു തന്നെ വരണേ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇനി വേറെ എന്ന് പറയുമൊന്നുമില്ല. മിസ്സിന്റെ ഭാഗമാണ് കേട്ടോ പറയുന്നത്. ഓരോ ടീച്ചേഴ്സും അവർക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് റിവിഷൻ ചെയ്യുമായിരിക്കും. അപ്പൊ മിസ്സിന്റെ നെക്സ്റ്റ് വീക്കിൽ വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് റിവിഷൻസ്, അപ്പൊ സമയം പോലെ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിർബന്ധമായിട്ടും ആ 2 ചാപ്റ്റേഴ്സും ഫസ്റ്റ് ഡേ ആ 2 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആ 2 ചാപ്റ്റർ പഠിക്കാം. അതിനുശേഷം നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് 3rd ചാപ്റ്ററും ഈ ഭാഗമൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ അത് മറന്നു പോകരുത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെസ്സേജുകളിലൂടെയോ എങ്ങനെയെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിവിഷൻസ് ചെയ്യുന്നതൊക്കെ. ഇപ്പൊ നമ്മുടെ എക്സാമിന് വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആൻസേഴ്സ് ചെയ്യാനും ആ ചാപ്റ്റേഴ്സ് ഒന്നും കൂടി മനസ്സിലാക്കി എടുക്കാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്, ബെനിഫിറ്റ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. പ്ലേസ്മെന്റ്, പ്രോബ്ലംസ് ഇൻ പ്ലേസ്മെന്റ് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ആ ഒരു ഭാഗം കൂടി ഉള്ളൂ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ്. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് എടുക്കാം. അപ്പോ ആദ്യം കഴിഞ്ഞ് നമുക്ക് സമയം ഉണ്ടാവും. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ബെനിഫിറ്റ്സ് ഓഫ് പ്ലേസ്മെന്റ് വരെ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ പഠിച്ചിട്ട് വേണം കേട്ടോ. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം എക്സാമിന് പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് തെറ്റാക്കണമെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.